Malayali associations, a decisive, compassionate, visionary voice of leadership that binds us together and channelizes our harmony towards greater good. With deep honor, I invite our guest of honor for today, Shri Vasu Nair, to address us all. എല്ലാവർക്കും നമസ്കാരം. അതുപോലെ ഒരു ഓണം എല്ലാവർക്കും ആശംസിക്കുന്നു. Tanoda sir told me to speak in Malayalam instead of English because most of the people, 90% people are from Kerala. That's what he is telling. നമ്മുടെ ഇന്നത്തെ മുഖ്യ അതിഥി ശ്രീ സദാനന്ദ് ഷേട്ട് തൻവടെ, കൈരളി കൾച്ചറൽ അസോസിയേഷൻ പ്രസിഡൻറ്റ് മിസ്റ്റർ സുനു അരവിന്ദ്, സെക്രട്ടറി മിസ്റ്റർ റൈജു അലക്സ്, ട്രഷറർ മിസ്റ്റർ ബിജീഷ്, വിവിധ സംഘടനകളിൽ നിന്നുള്ള ഭാരവാഹികൾ ലൈക്ക് നടരാജൻ, മിസ്റ്റർ സുചീന്ദ്രനാഥ്, ശിവശങ്കരൻ, ശ്രീകുമാർ, മനോജ്, രാജു, മിസ്റ്റർ ബിബു ജോസഫ്, ശശികുമാർ, എല്ലാവരുടെയും പേര് പറയാനുള്ള ബുദ്ധിമുട്ടും സമയക്കുറവുകൊണ്ട് നിർത്തുന്നു. മറ്റ് സഹോദരി സഹോദരന്മാർ, ഓണം അതിനെക്കുറിച്ച് വീണ്ടും വീണ്ടും പറഞ്ഞ് ഓണത്തിനെ മോശമാക്കുന്നില്ല. ഓൾറെഡി മിസ്റ്റർ സുനു അരവിന്ദ് പറഞ്ഞു കഴിഞ്ഞു. എങ്കിലും എല്ലാവർക്കും ഒരിക്കൽ കൂടി ഓണം ആശംസിക്കുന്നു. മലയാളികൾ ഇന്ന് ഏകദേശം 1 കോടി ജനസംഖ്യ കേരളത്തിന് പുറത്ത് വിത്തിൻ ഇന്ത്യയിലുള്ള മറ്റ് സ്റ്റേറ്റുകളിലും അതുപോലെ വിദേശ രാജ്യങ്ങളിലും അധിവസിച്ചു വരുന്നു. അത് കൂടുതലും മൈഗ്രേഷൻ, അത് സ്ഥിരമായിട്ട് താമസിക്കുന്നവരുണ്ട്. കുറച്ച് കാലം മേ ബി 2 years, 3 years, 5 years, അല്ലെങ്കിൽ റിട്ടയർമെൻ്റ് ഏജ് മേ ബി അപ് ടു 55 or 56 or 60 years. അതിനുശേഷം തിരിച്ചവരുടെ സ്വന്തം സ്ഥലത്തേക്ക് പോകുന്ന ആൾക്കാർ. ഞാൻ പല രീതിയിലും മലയാളികൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ജീവിച്ചു വരുന്നു. 1961 ഗോവ സ്വതന്ത്രം ആയ ശേഷം ഇവിടെ മലയാളികൾ അധികമായി ഗോവയിൽ എത്തിച്ചേർന്ന് സ്ഥിരതാമസമായിട്ടും അതുപോലെ തന്നെ 10-20-30 വർഷമായിട്ട് തിരിച്ചു പോയി താമസിക്കുന്നവരും ഉണ്ട്. കൂടുതലും ആളുകൾ ഇവിടെ സ്ഥിര താമസമാക്കി മേ ബി 50 years. 1961 മുമ്പ് എൻ്റെ അറിവിൽ ഏകദേശം ഒരു 2 ഫാമിലി ഇവിടെ ഉണ്ടായിരുന്നു. എനിക്കറിയില്ല, കൂടുതലുണ്ടായിരിക്കാം പല സ്ഥലങ്ങളിൽ. അതിൽ ഒരു കൂട്ടർ തിരിച്ചു പോയി, ഒരു കൂട്ടർ ഇപ്പോഴും മടുഗാമിൽ താമസിക്കുന്നുണ്ട്. അതിന് ശേഷം വന്നതാണ് ഇവിടെ ഏകദേശം 1 ലക്ഷം മലയാളികൾ ഈ ഗോവയുടെ വിവിധ ഭാഗങ്ങളിൽ ഉണ്ടായിരുന്നു. ഇപ്പം ആ ജനസംഖ്യ വളരെ കുറഞ്ഞ് വരുന്നുണ്ട്. പല കാരണങ്ങൾ കൊണ്ടും കൂടുതൽ ആളുകൾ മറ്റ് യൂറോപ്യൻ സ്റ്റേറ്റുകളിലേക്കും അതുപോലെ US മറ്റ് രാജ്യങ്ങളിലേക്ക് കുടിയേറി പാർത്തവരാണ് കൂടുതലും. അതുപോലെ അത് എന്തുകൊണ്ട് മലയാളികൾ കേരളത്തിന് പുറത്ത് പോകുന്നു? വിവിധ കാരണങ്ങൾ ഉണ്ടാകാം എന്ന് വരികിലും യൂറോപ്യൻസ് ഇന്ത്യയെ ഭരിച്ചു, അല്ലെങ്കിൽ കേരളത്തിൽ മിക്കവാറും എല്ലാവരും, പോർത്തുഗീസായാലും ബ്രിട്ടീഷുകാരായാലും സ്പാനിഷുകാരായാലും ഫ്രഞ്ചുകാരും ജർമ്മൻ, ഇവർ മുഴുവൻ കേരളത്തിൽ അധിവസിച്ചിരുന്നു, അല്ലെങ്കിൽ കേരളത്തിൽ ഭരിച്ചിരുന്നു. പക്ഷെങ്കിൽ കേരള രാജാക്കന്മാരുമായിട്ട് അവർക്ക് നല്ല റിലേഷൻ ഉണ്ടായിരുന്നു. ഇംഗ്ലീഷ് ഭാഷ കേരളത്തിൽ പ്രചരിപ്പിച്ചു. കമ്പൽസറി ആയിട്ട് ഒരു രാജ്യത്തിൻ്റെ സംസ്കാരത്തിനെ തകർക്കുന്നതിന് വേണ്ടി മറ്റുള്ള ഭാഷ അടിച്ചേൽപ്പിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയായിരുന്നു ബ്രിട്ടീഷുകാർ
ഇന്ത്യയിൽ ഇംഗ്ലീഷ് പ്രചരിപ്പിച്ചത്. പക്ഷെങ്കിൽ കേരളത്തിലെ ജനങ്ങൾ അതിനെ മുതലെടുത്തു. അവർ ഭാഷ പഠിച്ച് കേരളത്തിന് പുറത്തും വിദേശ രാജ്യങ്ങളിലും പോയി അധിവസിക്കുന്നതിനും അത് ഉപകരിച്ചവരെ. അതുപോലെ തന്നെ മറ്റൊരു കാര്യം, മലയാള ഭാഷ ഇന്ന് ലോകത്തിലെ സംസാരത്തിൽ പ്രയാസമുള്ള രണ്ടാമത്തെ ഭാഷയാണ് അറബിക്ക് കഴിഞ്ഞാൽ. അപ്പം ഇത്രയും പ്രയാസപ്പെട്ട ഒരു ഭാഷ നമ്മൾ പഠിച്ചെടുക്കുന്നത് കൊണ്ട് നമ്മൾക്ക് മറ്റു ഭാഷകളെയും അതുപോലെ ഈസി ആയിട്ട് പഠിച്ചെടുക്കുന്നതിനും ഒരു രാജ്യത്ത് ചെന്നാൽ അവരുടെ ഭാഷ നമ്മൾക്ക് അനായാസേന പഠിച്ചെടുക്കാൻ സാധിക്കുന്നതും ഒരു കാരണമാണ് മലയാളികൾ മറ്റ് സ്ഥലത്തേക്ക് പോകുന്നത്. കേരളത്തിലെ അതുപോലെ തമിഴർ ഏകദേശം ഒരു 20% കേരളത്തിൽ തമിഴരുണ്ട്. ഇന്ന് മൊത്തം കേരളത്തിൻ്റെ 4 കോടി ജനങ്ങളിൽ 50 lakhs-ഓളം ഔട്ട്സൈഡേഴ്സ് ദേ സെറ്റിൽഡ് ഇൻ കേരള. 50 lakhs മോർ ദാൻ ദാറ്റ്. അതിൽ ഏകദേശം 5 lakhs ഗോവൻസ് ആർ സെറ്റിൽഡ് ഇൻ കേരള, എസ്പെഷ്യലി ഇൻ ദ വെസ്റ്റേൺ ബെൽറ്റ് സീഷോർ സൈഡിൽ. മെജോറിറ്റി ആർ ഇൻ കൊച്ചിൻ. Recently, you must have heard our governor in his speech at Bicholim. He said, in Thiruvananthapuram alone, there are 350 to 400 families are there, Goan settled in Goa, in Kerala. അപ്പം നമ്മൾ മറ്റുള്ളവരെ സ്വീകരിക്കുന്നതിന് തുറന്ന മനസ്സുള്ളവരാണ്. പണ്ടുകാലത്ത് ഇസ്രയേലീസ് കേരളത്തിൽ വന്ന് സെറ്റിൽ ചെയ്തു. അന്നത്തെ രാജാക്കന്മാർ അവർക്ക് വാതായനം തുറന്നിട്ടിരുന്നു. വളരെ സന്തോഷത്തോടെ അവർക്ക് താമസിക്കാനുള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കി കൊടുത്തു. അതുപോലെ പേർഷ്യൻസ് അവരും ഇന്ത്യയിൽ വന്ന്, ബർമ്മ, പാകിസ്ഥാനീസ്, മിഡിൽ ഈസ്റ്റ്, ഇവരെല്ലാവരും കേരളത്തിൽ സെറ്റിൽ ചെയ്തിട്ടുണ്ട്. ഇന്നും ജീവിച്ചു വരുന്നു നല്ല സൗഹൃദത്തോടെയും സന്തോഷത്തോടെയും സമാധാനത്തോടെയും. ആ ഒരു കാരണം കൊണ്ടാണ് നാം മലയാളികൾ മറ്റുള്ളവരും അതുപോലാണെന്ന് കരുതി മറ്റ് രാജ്യങ്ങളിലേക്ക് പോകുന്നതും അധിവസിച്ച് വരുന്നതും. എന്നാലിപ്പോൾ US-ൽ കണ്ടുവരുന്ന പല കാര്യങ്ങളും മലയാളികളെ അതുപോലുള്ള മറ്റ് രാജ്യക്കാരെയും എഗനസ്റ്റായിട്ടുള്ള കാര്യങ്ങൾ നടന്നു വരുന്നുണ്ട്. അത് മനസ്സിലാക്കി കൂടുതൽ ആളുകൾ പുറത്തേക്ക് പോകണോ വേണ്ടായോ, അവനവൻ്റെ സ്റ്റേറ്റാണോ നല്ലത് എന്നതിനെക്കുറിച്ച് ചിന്തിക്കുക. ഇന്ന് US അവർ പറയുന്നു എന്ന് വരികിലും US-ൽ 100% മൈഗ്രേറ്റഡ് ആൾക്കാരാണ്. മറ്റ് UK അല്ലെങ്കിൽ അതുപോലുള്ള യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്ന് സെറ്റിൽ ചെയ്ത ആൾക്കാരാണ് US-ലുള്ള 100% ആൾക്കാരും. അവിടുത്തെ നേറ്റീവ്സ് ഹാർഡിലി ആൾക്കാർ ഇന്നും അവിടെ ഉണ്ടോ എന്ന് തന്നെ സംശയമാണ്. അവിടുത്തെ വുഡ്സ്റ്റോക്ക് എന്ന് പറയുന്ന ഒരു സിറ്റി, ഇന്ന് വലിയൊരു മേജർ സിറ്റിയാണ് വുഡ്സ്റ്റോക്ക്. അവിടെ ഒൺലി മൈഗ്രേറ്റഡ് ആൾക്കാരാണ്. ഈ ഒറിജിനൽ 1700-ലുള്ള മൈഗ്രേഷന് ശേഷം ഈ ആൾക്കാർ കുറേ ആഫ്രിക്കൻസ്, യൂറോപ്യൻസ്, ഏഷ്യൻസ് ഇവരെല്ലാം കൂടി വുഡ്സ്റ്റോക്കിൽ താമസമായി. മൈഗ്രേറ്റഡ് ആൾക്കാർ മാത്രം. അവർ ആ സിറ്റി വളരെയധികം ഡെവലപ്പ് ചെയ്തു. മൈഗ്രേറ്റഡ് ആൾക്കാർക്കുള്ള ഒരു ഗുണം, അവർ ആ സ്ഥലം ഡെവലപ്മെൻറ്റിന് വേണ്ടി ഹാർഡ് വർക്ക് ചെയ്ത് ആ സ്ഥലത്ത് ഉയരത്തിലെത്തിക്കും. എല്ലാ രീതിയിലും അവർ വികസനത്തിന് വേണ്ടി സപ്പോർട്ട് ചെയ്യുന്നവരാണ്. അത് നേറ്റീവ്സിന് ഒരു കാലത്തും ഉണ്ടാവില്ല. നേറ്റീവ്സ് അവർക്ക് ഉള്ള ചുറ്റുപാടിൽ ജീവിക്കാനുള്ള സാധനം ഉണ്ടാകും. അത് എങ്ങനെയുമൊക്കെ കഴിച്ച് ജീവിക്കുന്ന ആൾക്കാർ. പക്ഷേ എങ്കിൽ ഒരു രാജ്യത്തിൻ്റെ പുരോഗതി, ഉയർച്ച, സംസ്ഥാനത്തിൻ്റെ ആയാലും അതിൻ്റെ ഉയർച്ച ഈ മൈഗ്രേറ്റഡ് ആൾക്കാരെ കൊണ്ട് മാത്രമാണ്. ഇൻ 1969 ഞാൻ പറഞ്ഞ ഈ വുഡ്സ്റ്റോക്കിൽ പല പ്രോഗ്രാമുകളും നടത്താറുണ്ടായിരുന്നു. പോപ്പ് മിലൻ എന്ന് പറഞ്ഞ ഒരു വ്യക്തി അവിടെ ഒരു പോപ്പ് സംഗീതം സംഘടിപ്പിച്ചു. അതിൽ അന്തകാലത്ത് ഈ 1969 അന്ന് ലോകത്തിലെ പോപ്പുലേഷൻ തന്നെ ഹാർഡ്ലി 1 ബില്യൺ, 100 കോടി അല്ലെ 120 കോടി ഉണ്ടായിരുന്ന കാലത്ത് ആ പ്രോഗ്രാമിന് അവിടെ പങ്കെടുത്തത് ഓൾമോസ്റ്റ് 6 to 7 lakhs. ഇന്നും ആ റെക്കോർഡ് ഭേദിച്ചിട്ടില്ല. അപ്പോൾ ഈ മൈഗ്രൻസ് ഏതിനും സപ്പോർട്ട് ചെയ്യുന്നവരാണ്. നോട്ട് ഓൺലി കല അല്ലെ സംഗീതം,
അല്ലെങ്കിൽ ബിസിനസ്, ഇത് മാത്രമല്ല ഏതിനും സപ്പോർട്ട് ചെയ്യുന്നത് എപ്പോഴും മൈഗ്രൻസ് ആണ്. മൈഗ്രേഷൻ അന്നും ഇന്നും എന്നും തുടർന്നിരിക്കും. അത് ഇന്ന് ഒരു രാജ്യം പ്രോത്സാഹിപ്പിച്ചില്ല എന്ന് വരികിൽ കൂടി മൈഗ്രേഷൻ ഭാവിയിലും ഉണ്ടായിരിക്കും. അതിനെക്കുറിച്ച് വ്യാകുലപ്പെടേണ്ടതോ സങ്കടപ്പെടേണ്ടയോ കാര്യമില്ല എന്നുള്ള ഒരു കാര്യം കൂടെ പറഞ്ഞുകൊണ്ട് ഞാനധികം നീട്ടുന്നില്ല, നിങ്ങളെ സംസാരിച്ച് ബോറടിപ്പിക്കുന്നില്ല. കൂടാതെ നമ്മുടെ ഗ്രേറ്റ് തനവടെ സാർ ഈസ് ഹിയർ. I think some 3-4 years back in the same stage I said, he is a great dynamic leader who attracts the opposite people even. That has come to light. He become a member of parliament. In near future we will see a union minister from Goa. That definitely our Tanvade sir will be there. So I welcome you, sir. I congratulate you, sir, being an MP and to be our guest, chief guest of this function. I congratulate everybody, all the organizations from Goa, especially Kairali Kalangut for organizing such a big function, great function. You have seen in the beginning how many for Tiruvadira, almost 12-14 people. And the Chandamelam, how many? 25 people. You must have seen how initiative they are taking to make this function a grand success. Thank you, everybody. Thank you so much, sir, for your